അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മോടുകൂടെയും നമ്മുടെ വീടുകളിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ എപ്പോഴും ഉണ്ടാവും. നമുക്ക് കാവലായും നമുക്ക് രക്ഷകരായും അള്ളാഹുവിൻ്റെ മലക്കുകൾ എപ്പോഴും ഒരു പ്രകാശവലയം നമുക്ക് ചുറ്റും സൃഷ്ടിച്ചിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മെയും നമ്മുടെ വീടുകളെയും ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. നിങ്ങളുടെ വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇപ്പോഴും ഉണ്ടോ? അതോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഉപേക്ഷിച്ചു പോയോ? ഏതെല്ലാം സമയങ്ങളിലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മെ ഉപേക്ഷിച്ചു പോകുന്നത് എന്നിവയെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ വീടുകളിൽ റഹ്മത്തും ബർക്കത്തും ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ഏതെല്ലാം വീടുകളിലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒഴിവായി പോകുന്നത്? ഒന്നാമതായിട്ട് അശുദ്ധമായ വീട്ടുകളിൽ, അതായത് നമുക്ക് കുളിക്കാൻ ആവശ്യമായിട്ടും നാം കുളിക്കാതെയും ശുദ്ധിയാക്കാതെയും നടക്കുക, വീടും പരിസരവും ശുദ്ധിയില്ലാതിരിക്കുക, വീട്ടിൽ ദുർഗന്ധം വമിക്കുക, അലക്കാനുള്ള വസ്ത്രങ്ങൾ കൂട്ടിയിടുക. ഇത്തരം വീടുകളിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഓടിപ്പോവുകയും അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ഇല്ലാതെയാവുകയും ചെയ്യും. രണ്ടാമതായിട്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ വീട്ടിൽ, നിസ്കരിക്കാത്ത വീടുകളിലും നിസ്കരിക്കാത്തവൻ്റെ കൂടെയും അള്ളാഹുവിൻ്റെ പ്രകാശം ഉണ്ടാവുകയില്ല, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അസഭ്യം പറയുന്ന വീടുകളിൽ, അസഭ്യം പറയുന്ന സ്ഥലങ്ങളിൽ, മാതാപിതാക്കൾ പരസ്പരം വഴക്കുകൂടുന്ന വീടുകളിൽ, മക്കൾ പരസ്പരം വഴക്കുകൂടുന്ന വീടുകളിൽ, ഇത്തരം വീടുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇത്തരം വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ലഭിക്കുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവാതെ നിങ്ങൾ സൂക്ഷിക്കണം. നാലാമതായിട്ട് മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്ന വീടുകളിൽ, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്ന വീടുകളിൽ നിന്നും മാതാപിതാക്കളെ ചീത്ത പറയുന്ന വീടുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ മലക്കുകൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും നമ്മുടെ വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി അഞ്ചാമതായിട്ട് അശുദ്ധമായ, അതായത് മ്ലേച്ഛമായ സംസാരങ്ങൾ കേൾക്കുക, മ്ലേച്ഛമായ വീഡിയോകൾ കേൾക്കുക, മ്ലേച്ഛമായ സിനിമകൾ പോലെയുള്ളവ കാണുക, സംഗീതങ്ങൾ കേൾക്കുക. ഇത്തരം വീടുകളിൽ നിന്നും ഇത്തരം ആളുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഓടിപ്പോവുകയും അവർക്ക് റഹ്മത്തും ബർക്കത്തും ഇല്ലാതാവുകയും ചെയ്യും. ഇതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ആറാമതായിട്ട് കഠിനമായ ദേഷ്യമുള്ളവൻ്റെ വീടുകളിലും കഠിനമായ ദേഷ്യം ഉള്ളവൻ്റെ കൂടെയും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഉണ്ടാവുകയില്ല. അവരെ വിട്ടും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഒഴിവായി പോകും. അവർക്ക് റഹ്മത്തും ബർക്കത്തും ലഭിക്കുകയില്ല. എപ്പോഴും ദേഷ്യപ്പെടുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഇതെല്ലാം നാം ഉപേക്ഷിക്കേണ്ടതാണ്. ഏഴാമതായിട്ട് ഒളിഞ്ഞിരുന്ന് പാപങ്ങൾ ചെയ്യുന്നവൻ്റെ വീട്ടിലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാവുകയില്ല. അവിടെ നിന്നും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങിപ്പോകും. നാം എത്ര ഒളിഞ്ഞിരുന്ന് പാപങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ മലക്കുകളെയും കാണാതെ നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നാം ഉപേക്ഷിക്കണം. നാം എപ്പോഴും ശുദ്ധിയുള്ളവരായിരിക്കുക, അതുപോലെ തന്നെ നിസ്കാരം നിലനിർത്തുക, അതുപോലെ തന്നെ അസഭ്യങ്ങൾ പറയാതിരിക്കുക, അതുപോലെ തന്നെ മാതാപിതാക്കളെ കുറ്റം പറയാതിരിക്കുക, അശ്ലീല സന്ദേശങ്ങൾ കേൾക്കാതിരിക്കുക, ദേഷ്യം പിടിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ
അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് ചുറ്റും ഒരു പ്രകാശവലയം സൃഷ്ടിച്ച് നമുക്ക് കാവലായിട്ട് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ ചുറ്റും കാവലായി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒഴിവായിപ്പോയാൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും വിഷമങ്ങളുമല്ലാതെ മറ്റൊന്നും നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മെ വിട്ടുപോകുന്ന ഈ 7 കാര്യങ്ങൾ നമ്മിലും നമ്മുടെ വീടുകളിലും ഒരിക്കലും ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നമുക്കും അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും ഐശ്വര്യം നൽകട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.